ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മോൾക്ക് കുറച്ച് ക്ലിപ്സൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഐറ്റംസൊക്കെ പ്രത്യേകിച്ച് വാങ്ങിയതല്ല. പക്ഷെ ഞാനിതിന് മുമ്പ് ഒരു ഇൻസ്റ്റാ പേജൊക്കെ തുടങ്ങിയിട്ട് അതിലൂടെ ഒന്ന് സെയിൽ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് ഇന്ന് ഞാനിവിടെ ക്ലിപ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലേക്ക് കയറിയിട്ട് വാങ്ങിയതല്ല. ഓൾറെഡി വാങ്ങിച്ചിട്ട് കുറേ നാളായി. അതിങ്ങനെ തൊടാതെ ഇരുന്നപ്പോഴാണ് പെട്ടെന്നാണ് യൂട്യൂബിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നിയത്. അപ്പോൾ അങ്ങനെ വാങ്ങിയതിൽ നിന്നും ഒരു 3 ഫോക്സ് ലെതർ ഷീറ്റാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അതിൽ 2 ഗ്ലിറ്റർ ടൈപ്പാണ്, ഒന്ന് ഈ ഒരു ടൈപ്പും. ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ക്ലിപ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. ഇനിയും കുറച്ച് ഐറ്റംസ് കൂടി വേണം കേട്ടോ. ഈ ഒരു 2 ടൈപ്പ് അലിഗേറ്റർ ക്ലിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് വലുതും പിന്നെ അതിൻ്റെ കുറച്ച് ചെറുതും. നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഇതിൽ ഞാൻ ഈ ഒരു ചെറിയൊരു അലിഗേറ്റർ ക്ലിപ്പ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ആവശ്യമാണ്. B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്ലൂ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഗ്ലൂ തന്നെ മതിയെന്ന് വിചാരിച്ചിട്ടാണ് ഇത് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. പക്ഷേ ഞാൻ ഗ്ലൂ ഗണ്ണ് കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് സ്റ്റിക്കായി കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലൊരു ടെംപ്ലേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. മാർക്കറ്റിൽ നമുക്ക് വുഡൻ ടെംപ്ലേറ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പക്ഷേ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഫോണിലൊന്ന് ടെംപ്ലേറ്റ്സ് സെർച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അത് ഫോണിൻ്റെ മുകളിൽ A4 സൈസ് ഷീറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വരച്ചെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷീറ്റിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാം. ഇത് വീഡിയോയിൽ കാണുന്ന സമയത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടാണ് കാണുന്നുള്ളത്. ഒരു ലൈറ്റ് ഗോൾഡൻ ഓർ ക്രീം ആ ഒരു കളറായിട്ടാണ് കാണുന്നുള്ളത്. ശരിക്കും ഇതൊരു ലൈറ്റ് പീച്ച് കളറാണ്. ബാക്ക് സൈഡ് നല്ല പീച്ചായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഓരോന്നിലും നമുക്ക് ഓരോ ഡിസൈൻസും വരച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോസൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ എല്ലാം തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നൊന്ന് ഒട്ടിച്ചെടുക്കാം. ക്ലിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടായിട്ട് നമുക്ക് ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കയ്യിലൊക്കെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഷീറ്റിൽ ഒട്ടിപ്പിടിക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് സമയം ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. സംഭവം മനസ്സിലായല്ലോ. 2 സൈഡും ഇതിൻ്റെ സെൻറ്റർ പോർഷനിലോട്ടായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ടായിട്ട് ഈ ഒരു ചെറിയൊരു പീസും കൂടി വെച്ച് കൊടുത്ത് അത് നേരത്തെ ഒട്ടിച്ചു കൊടുത്തതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് വശത്തോട്ടായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരുപാട് വീഡിയോയുടെ ലെങ്ത്തൊക്കെ കൂടണ്ടെന്ന് കരുതിയിട്ടാണ് ഇതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതൊന്നും കാണിച്ചു തരാത്തുള്ളത്. ഈ ഒരു ഭാഗത്തോട്ടായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിനെ ഒന്ന് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് നേരത്തെ 2 പീസ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളത്. പക്ഷേ ഇതിൽ 3 പീസ് ഉണ്ട്. ആദ്യത്തേത് വേണ്ട. ഈ ഒരു ഭാഗത്തിൻ്റെ സെൻറ്ററിലോട്ട് മാത്രമായിട്ടാണ് നമ്മളിതൊന്ന് മടക്കി ഒട്ടിച്ച് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഇതിനെ നമുക്ക് ആ മറ്റൊരു പീസിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ടായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ആദ്യം ഇതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തോട്ടായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ നേർത്ത ഭാഗം ഇതിൻ്റെ സെൻട്രൽ പോർഷനിലോട്ടായിട്ടൊന്ന് വെച്ച് കൊടുത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമുക്ക് അടുത്തത് കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ബാക്ക് വശത്തോട്ടായിട്ടല്ല ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഇതിൻ്റെ സെൻറ്റർ പോർഷനിലോട്ടായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെ മറ്റൊരു പോർഷനും ഒട്ടിച്ചു കൊടുക്കുക. രണ്ടും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടും ജോയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്ര നോക്കിയിട്ടും അത് എനിക്കൊരു കറക്റ്റായതുപോലെ തോന്നിയില്ല. അതുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ വശത്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ വീതി കൂടി ഞാൻ കട്ട് ചെയ്ത് കുറച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 പീസിനെയും നമുക്ക് ഓരോ അലിഗേറ്റർ ക്ലിപ്പിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നേരത്തെ ഞാൻ ഈ ഒരു വലിയൊരു അലിഗേറ്റർ ക്ലിപ്പ് കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബോനേക്കാളും കുറച്ച് വലുതായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ടായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഇതിൽ നിന്നും തെന്നി മാറുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു അലിഗേറ്റർ ക്ലിപ്പ് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോക്സ് ലെതർ ഷീറ്റിന് ഞാൻ 75 റുപ്പീസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു A4 സൈസിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാനിത് ചെയ്യുന്ന സമയത്ത് ഇത്രയും നല്ല രീതിയിൽ നന്നായി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്